ഹായ് ഫ്രണ്ട്സ്, യുബോട്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഇന്റഗ്രൽസ് ആണ്. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. ഓക്കെ, ഇപ്പൊ കാൽക്കുലസിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്റഗ്രൽസ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം എന്താ ഇന്റഗ്രൽസ് എന്നുള്ള ഇതിൽ. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ മണൽ കാണാം. ഓക്കെ, ഇത്രയേ മണലുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഒരു മണൽ എടുത്തിട്ട് അതിന്റെ ഒരു മണലിന്റെ പ്രോപ്പർട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഈ ഫുള്ള് സ്ഥലത്തിന്റെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ വൈഡ് റേഞ്ച് ആണ്. ഓക്കെ, ടു ഫൈൻഡ് ദ ഏരിയ, ടു ഫൈൻഡ് വോളിയം, അങ്ങനെയെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ, വോളിയം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡെറിവേറ്റീവ്സ് പഠിച്ചതാണ്. അപ്പൊ ഇന്റഗ്രൽസ് എന്ന് വെച്ചാൽ ആന്റി ഡെറിവേറ്റീവ്സ് എന്നാണ്. ആന്റി ഡെറിവേറ്റീവ്സ്. ഓക്കെ, ആന്റി ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസ് മുതൽ കുറച്ച് അഡ്വാൻസ് ലെവൽ വരെ ഈ വീഡിയോയിൽ പോകും. ഇപ്പൊ കുറച്ച് ഞാൻ ഡെറിവേറ്റീവ്സ് ചെയ്തു. അപ്പൊ അതിന്റെ ആന്റി ഡെറിവേറ്റീവ്സ്, അതായത് ഓപ്പോസിറ്റ് ഓഫ് ഡെറിവേറ്റീവ്സിനാണ് ആന്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. അതാണ് ഇന്റഗ്രേഷൻ. ഓക്കെ, ഒരു ജനറൽ ഇന്റഗ്രൽ ഇതാണ് ഇന്റഗ്രൽ ലെറ്റർ. ഇന്റഗ്രൽ സിമ്പിൾ ആണ് ഇത്. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ്. നമ്മളിവിടെ എക്സ് റൈസ് ടു എൻ ഡി എക്സ്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്, സീമൻ എന്ന് പറയും. ഓക്കെ, ഇപ്പൊ എക്സ് റൈസ് ടു എൻ ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് c, where c is called constant of integration. സി അല്ലെങ്കിൽ കെ, ചില ബുക്കിൽ കെ എന്ന് കാണാം, ചില ബുക്കിൽ സി എന്ന് കാണാം. അപ്പൊ നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് NCERT ലെവലിലുള്ള പ്രോബ്ലംസ് മൊത്തം വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അതിന്റെ മിസലേനിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് RD ശർമ്മ ബുക്ക് ഉപയോഗിക്കാം. പിന്നെ ഹരിയാന്ത് പബ്ലിക്കേഷന്റെ കുറെ ബുക്സ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ എന്താക്കുക, റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോ എക്സ് റേസ് ടു എൻ ഡി എക്സിന്റെ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി, വേർ സി ഈസ് കോൾഡ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ ഇത് ഒരു ഫംഗ്ഷൻ ആണ്. എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് ഫാമിലി ഓഫ് ലൈൻസിനെയാണ്, വേർ സി എന്ന് വെച്ചാൽ എന്താ, ഫാമിലി ഓഫ് ലൈൻസിനെയാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത് കേട്ടോ, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫാമിലി ഓഫ് ലൈൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വേർ സി എന്താവും, ഫാമിലി ഓഫ് ലൈൻസ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും കേട്ടോ. അതിന്റെ ഗ്രാഫ് വരച്ചിട്ട് കുറെ ഫാമിലീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സി എന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ കുറച്ച് ഡെറിവേറ്റീവ്സും അതിന്റെ ആന്റി ഡെറിവേറ്റീവ്സും എഴുതാം. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് ഇന്റഗ്രേഷൻ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഡെറിവേറ്റീവ്സ്. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ എന്തായിരിക്കും? എക്സ് റേസ് ടു എൻ ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഇപ്പറുള്ള റൈറ്റ് സൈഡിലുള്ള ഇതാണ്. ഇവിടെയാണ് ഇന്റഗ്രൽസ് അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ്സ്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ. ഓക്കെ, അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? നമ്മൾ പഠിച്ച് കോസ് എക്സ് ആണ്. അപ്പൊ ഇതല്ലേ, അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ കോസ് എക്സ് എന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് സി. ഓക്കെ, ഇന്റഗ്രൽ കോസ് എക്സ് എന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് സി. ഇപ്പൊ ഡെറിവേറ്റീവ് പഠിച്ചാൽ ഇന്റഗ്രേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ട് എടുത്താൽ മതി. തേർഡ് വൺ എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് കോസ് എക്സ് എന്ത് വരും? സൈൻ എക്സ് ആണ്. അപ്പൊ മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും?
സൈൻ എക്സ് ആണ്. അപ്പൊ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ത് വരും? മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇത് നോക്കി കമ്പയർ ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നാലാമത്തെ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്സ് സ്ക്വയർ എക്സ് ആണ്. ഇനി ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് എന്തായിരിക്കും? സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്തായിരിക്കും? ടാൻ എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് കോട്ടെക്സ് എന്ത് വരും? കൊസീക് സ്ക്വയർ എക്സ് ആണ്. അപ്പൊ ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് എന്ത് വരും? ഡി എക്സ് എന്ത് വരും? മൈനസ് കൊസീക് എക്സ് പ്ലസ് സി. ഓക്കെ, ഇനി ഞാൻ ഇന്റഗ്രേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. ഇനി ഡെറിവേറ്റീവ് എഴുതിയിട്ട് സമയം കളയുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം. അടുത്തത് നമ്മൾ ആറാമത്തെ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ. വൺ മൈനസ് എക്സ് സ്ക്വയറിന് ഇന്റഗ്രൽ എന്താ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഞാൻ ഇനി ഇന്റഗ്രേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ, ഡെറിവേറ്റീവ് എഴുതിയിട്ട് സമയം കളയുന്നില്ല. ഓൾറെഡി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏഴാമത്തെ എന്താ? ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, എട്ടാമത്തെ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. നമുക്കറിയാം ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ ഇ റേസ് ടു എക്സ് ആണ്. ഇന്റഗ്രേഷൻ എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് ആണ്. ഇ റേസ് ടു എക്സ് പ്ലസ് സി. അപ്പൊ ഒമ്പതാമത്തെ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. അപ്പൊ അതായത് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. അപ്പോൾ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് വൺ എന്ന് പറയാം. ഓക്കെ, അതായത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഓക്കെ, ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇനി പത്താമത്തെ ഇന്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് എ പ്ലസ് സി. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. രണ്ട് ഫംഗ്ഷൻ തരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്തല്ല അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും. ഓക്കെ, ഇപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡെഫിനിറ്റ് നമ്മളിപ്പോ പഠിക്കുന്ന മൊത്തം ഇൻഡെഫിനിറ്റ് ആണ്. ഇന്റഗ്രൽസ് അപ്പൊ അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. കേട്ടോ, ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. ഓക്കെ, അതായത് ഇത് കട്ടായി പോകും. ആന്റി ഡെറിവേറ്റീവ് ആണ് ഇന്റഗ്രൽ. അപ്പൊ ഇന്റഗ്രേഷൻ കട്ടായിട്ട് നമുക്ക് ഫൈനൽ എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. അത് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷന് ഇങ്ങനെ തന്നെ ഡി എക്സ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഇതേപോലെ ഇവിടെ നമുക്ക് പ്ലസ് ഓർ മൈനസ് ഇടാം. അതേപോലെ തന്നെ മൈനസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്റഗ്രൽ കെ എഫ് ഓഫ് എക്സ്. കെ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ നമുക്ക് എന്താക്കാം? പുറത്തേക്ക് എടുക്കാം. അതിന് ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കെ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഡി എക്സ് വരും. ഓക്കെ, അടുത്ത നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ് ആൻഡ് ആന്റി ഡെറിവേറ്റീവ് ഓഫ്. ചിലപ്പോൾ പ്രോബ്ലത്തിൽ കാണിക്കുക ആന്റി ഡെറിവേറ്റീവ്. അപ്പൊ എല്ലാവരും എന്താക്കും? ഡെറിവേറ്റീവ് എടുത്താൽ അപ്പൊ അവിടെ ചെയ്യേണ്ടത് ഇന്റഗ്രേഷൻ ആണ്. ആന്റി എന്ന് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ. ആന്റി ഡെറിവേറ്റീവ് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോസ് 2x ആണ്. കോസ് 2xനെ എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യാം? നമുക്ക് കോസ് എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ? നമ്മൾ പഠിച്ച സൈൻ എക്സ് ആണ്. അപ്പൊ കോസ് 2xന് എന്താക്കണം? ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? കോസ് 2x എന്ന് വെച്ചാൽ കോസിന്റെ ഇന്റഗ്രൽ സൈൻ 2x ഡിവൈഡ് ബൈ 2. അടിയിലൊരു 2 എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഓക്കെ, അടിയിലൊരു 2 എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അതേപോലെ സിമിലർലി കോസ് 3x ചോദിച്ച് ഇന്റഗ്രൽ ഡി എക്സ്. ഇങ്ങനെ ചോദിച്ചാൽ എന്താ ചെയ്യുക? അടിയിലൊരു 3 എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. കോസിന്റെ ഇന്റഗ്രൽ സൈൻ 3x ഡിവൈഡ് ബൈ 3. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതാം.
ഇന്റഗ്രൽ കോസ് കെ എക്സ് ഡി എക്സ് ഇങ്ങനെ ചോദിച്ചു. കെ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് നമ്പർ 1 2 3 4 അങ്ങനെ ഏത് നമ്പർ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ എന്തൊരു സൈൻ കെ എക്സ് ഡിവൈഡ് ബൈ കെ പ്ലസ് സി ഇങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് റിമെമ്പർ ചെയ്യണേ. വരാം സൈനിന്റെ ഇന്റഗ്രൽ സൈൻ കെ എക്സ് ഡി എക്സ്. സൈൻ കെ എക്സ് ഡി എക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈനസ് കോസ് എക്സ്. സൈനിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? മൈനസ് കോസ് എക്സ് ആണ്. ഓക്കെ, മാറിപ്പോകാൻ പറ്റില്ല. മൈനസ് കോസ് കെ എക്സ് ഡിവൈഡ് ബൈ കെ പ്ലസ് സി. ഇതാണ് ജനറൽ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏത് സൈനും കോസിന്റെയും ഇന്റഗ്രേഷൻ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഏത് നമ്പർ ആയി കിട്ടും. സൈൻ 100x ഇന്റഗ്രൽ സൈൻ 100x ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ? മൈനസ് കോസ് 100x ഡിവൈഡ് ബൈ 100. ഓക്കെ, ഒരു 100 അടിയിലേക്ക് വരും. അടുത്തത് നമുക്ക് ഇന്റഗ്രൽ 3x² പ്ലസ് 4x³ ഓക്കെ, നമ്മൾ ഈ ജനറൽ ഇക്വേഷൻ പഠിച്ചു. എക്സ് റേസ് ടു എൻ ഡി എക്സിന്റെ എന്താ? എക്സ് റേസ് ടു എൻ ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 അല്ലേ? അപ്പൊ നമ്മൾ അതേ ഇത് ഇവിടെ അപ്ലൈ ചെയ്യണം. x² ഡി എക്സിന്റെ എന്ത് വരും? എക്സ് റേസ് ടു 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 പ്ലസ് 1, അതായത് x³ ബൈ 3 വരും. ഇന്റഗ്രൽ എക്സ് റേസ് ടു 4 ഡി എക്സ് ആകുമ്പോൾ എത്ര വരും? ഇന്റഗ്രൽ എക്സ് റേസ് ടു 4 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 പ്ലസ് 1 എന്തൊരു എക്സ് റേസ് ടു 5 ബൈ 5. എന്നാൽ ഇത് ഇവിടെ ഒന്ന് കൂട്ടിയിട്ട് അടിയിലൊന്ന് കൂട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഉദാഹരണത്തിന് എക്സ് റേസ് ടു 100 വെച്ച്, അതായത് എക്സ് റേസ് ടു 101 ഡിവൈഡ് ബൈ 101 പ്ലസ് സി. ഒരു എക്സ്ട്രാ സി ഉണ്ടാവും എല്ലായിടത്തും. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം? ഇത് നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതായത് ഇന്റഗ്രൽ 3x² ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 4x³ ഡി എക്സ് വരും. ഇത് ആദ്യം സോൾവ് ചെയ്യണം. ഇന്റഗ്രൽ 3x² ഡി എക്സ് എന്താക്കണം? 3 എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വേണമെങ്കിൽ പുറത്തേക്ക് ഇടാം. x² ഡി എക്സ് പ്ലസ് 4x³ ഡി എക്സ്. ഇത് നമുക്ക് എന്താ? ഇന്റഗ്രൽ x² ഡി എക്സ് എന്ന് വെച്ചാൽ x³ ബൈ 3. ഓക്കെ, 4x³ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ x³ എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് സി. ഈ 3യും 3യും കട്ടോ, ഈ 4ഉം 4ഉം കട്ടോ, അതായത് x³ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് സി. ഇങ്ങനെയാണ് ഇന്റഗ്രേഷൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1/x dx. 1/x നമുക്ക് വേണമെങ്കിൽ എക്സ് റേസ് ടു -1 ആക്കിയിട്ട് ചെയ്യും ചില ആൾ, എന്നിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഇന്റഗ്രൽ 1/x dx എന്താ? ഓൾറെഡി പഠിച്ചത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പൊ അടുത്തത് ഇന്റഗ്രൽ എക്സ് റേസ് ടു 1/x². 1/x² dx എങ്ങനെ ചെയ്യാം? അതായത് നമുക്ക് എന്താക്കാം? എക്സ് റേസ് ടു -2 എഴുതാൻ പറ്റും. ഓക്കെ, അതായത് മുകളിലോട്ടേക്ക് പോകുമ്പോൾ ഒരു -2 എഴുതാൻ പറ്റും. എക്സ് റേസ് ടു -1 എന്ന് വെച്ചാൽ 1/x ആണ്. എക്സ് റേസ് ടു -2 എന്ന് വെച്ചാൽ 1/x² ആണ്. ഓക്കെ, എക്സ് റേസ് ടു -100 എന്ന് വെച്ചാൽ 1/x⁻100 ആണ്. ഈ സാധനം ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇതൊന്നും ഒരു എക്സ് റേസ് ടു -2 പ്ലസ് 1 ഡിവൈഡ് ബൈ -2 പ്ലസ് 1. മറ്റേ ഫോർമുല അപ്ലൈ ചെയ്യുക. എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് റേസ് ടു -1 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു -1. അപ്പൊ ഇതിനെ നമുക്ക് എന്താക്കാം? -1/x എന്ന് വരും പ്ലസ് സി. ഓക്കെ, എക്സ് റേസ് ടു -2ന്റെ ഇന്റഗ്രൽ എന്താ? ഇന്റഗ്രൽ എക്സ് റേസ് ടു -2 dx എന്ന് വെച്ചാൽ -1/x പ്ലസ് സി. ഇനി ഇന്റഗ്രൽ എക്സ് റേസ് ടു -100 dx എന്ന് വെച്ചാൽ എന്ത് വരും? എക്സ് റേസ് ടു -100 പ്ലസ് 1 ഡിവൈഡ് ബൈ -100 പ്ലസ് 1 പ്ലസ് സി. അതായത് ഇന്റഗ്രൽ എക്സ് റേസ് ടു 99 ഡിവൈഡ് ബൈ -99. അപ്പൊ 99 1/99 എക്സ് റേസ് ടു 99 പ്ലസ് സി ഇതായിരിക്കും എക്സ് റേസ് ടു -100 dx ന്റെ ഇന്റഗ്രൽ. അപ്പൊ ഇങ്ങനെ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ x³ -1 ഡിവൈഡ് ബൈ x² dx. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, x³ ബൈ x² dx ആക്കണം -1/x²
ഡി എക്സ് ആകും. ഓക്കെ, അപ്പൊ ഇതിന് എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? എക്സ് റേസ് ടു എം ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എൻ എന്ന് വെച്ചാൽ എക്സ് റേസ് ടു എം മൈനസ് എൻ ആണ്. ഓക്കെ, എം മൈനസ് എൻ, അതായത് എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 3 - 2, അതായത് എക്സ് റേസ് ടു 1. ഓക്കെ, അതായത് എക്സ് തന്നെ എക്സ് ആട്ടാ. അപ്പൊ ഇതിന് എക്സ് ഡി എക്സ് മൈനസ് എക്സ് റേസ് ടു -2 ഡി എക്സ് ആവും. ഓക്കെ, ഈ എക്സ് സ്ക്വയർ എന്താവും? മുകളിലോട്ടേക്ക് പോകുമ്പോൾ എക്സ് റേസ് ടു -2 ആവും. അപ്പൊ ഇത് നമുക്ക് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എങ്ങനെ ചെയ്യാം? എക്സ് സ്ക്വയർ ബൈ 2 വരും. ഓക്കെ, എക്സ് റേസ് ടു 1+1 ഡിവൈഡ് ബൈ 1+1, അതായത് എക്സ് സ്ക്വയർ ബൈ 2. ഞാൻ ഓൾറെഡി മുമ്പിൽ പറഞ്ഞത് കൊണ്ടാണ് ഇത് സ്പീഡിൽ ചെയ്യുന്നത്. ഇതിനെ ഞാൻ എന്താക്കും? എക്സ് റേസ് ടു -2 + 1 -2 + 1 പ്ലസ് സി, അതായത് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് റേസ് ടു -1 ഡിവൈഡ് ബൈ -1 പ്ലസ് സി. ഈ -1 ഈ മൈനസും കൂടിയിട്ട് പ്ലസ് ആവും. എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1/x പ്ലസ് സി. ഇതാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട്. ഓക്കെ, അടുത്ത ഇന്റഗ്രൽ എക്സ് റേസ് ടു 2/3 + 1 ഡി എക്സ്. എക്സ് റേസ് ടു 2/3, അപ്പൊ ഇതാണ് സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. എക്സ് റേസ് ടു 2/3 ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഡി എക്സ്. എക്സ് റേസ് ടു 2/3 എന്താക്കണം? എക്സ് റേസ് ടു 2/3 + 1 ഡിവൈഡ് ബൈ 2/3 + 1 പ്ലസ് ഇന്റഗ്രൽ ഡി എക്സിന്റെ എന്താണ്? എക്സ് ആണ്. ഓക്കെ, ഇന്റഗ്രൽ 1 ഡി എക്സിന്റെ ഇതെന്താ? ഇന്റഗ്രേഷൻ എന്താ? എക്സ് ആണ് കേട്ടോ, എക്സ് പ്ലസ് സി. ഇവിടെ ഒരു സി ആഡ് ചെയ്യാം. ഇതിന് എന്താക്കണം? 2/3 + 1 എന്താക്കണം? അത് ഫ്രാക്ഷൻ മാറ്റണം കേട്ടോ. ഇവിടെ 1 ഇട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതൊരു 2 × 1 + 1 × 3 ഡിവൈഡ് ബൈ 3 × 1. ഇവിടെ എന്തുവരും? എക്സ് റേസ് ടു, ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 ഡിവൈഡ് ബൈ 3, എക്സ് റേസ് ടു 5/3 ഡിവൈഡ് ബൈ 5/3 പ്ലസ് എക്സ് പ്ലസ് സി. ഈ 3 എന്താവും? മുകളിലോട്ടേക്ക് പോകും. അത് എന്താവും? 3/5 വരും. എക്സ് റേസ് ടു 5/3 പ്ലസ് എക്സ് പ്ലസ് സി വരും. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ raised to 3/2 plus 2 e raised to x minus 1/x dx. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അതായത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു 3/2 dx പ്ലസ് ഇന്റഗ്രൽ 2 e raised to x dx മൈനസ് ഇന്റഗ്രൽ 1/x dx. ഓക്കെ, എക്സ് റേസ് ടു 3/2 dx നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് ചെയ്യാം. 3/2 + 1 ഡിവൈഡ് ബൈ 3/2 + 1. ഇവിടെ ഒരു 2 പുറത്തേക്ക് എടുത്തിട്ട് e raised to x ഇന്റഗ്രൽ e raised to x ആണ്, e raised to x മൈനസ് ഇവിടെ ഇന്റഗ്രൽ 1/x ഇന്റഗ്രൽ ലോഗ് മോഡ് x ആണ് പ്ലസ് സി. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് റേസ് ടു 5/2 ഡിവൈഡ് ബൈ 5/2 പ്ലസ് 2 e raised to x മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഈ 5/2 അങ്ങനെ നിൽക്കൂല, 2 മുകളിലോട്ടേക്ക് പോയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 2 e raised to x ലോഗ് മോഡ് എക്സ് പ്ലസ് സി, ഇതാണ് ഫൈനൽ റിസൾട്ട്. ഓക്കെ, അടുത്തത് എന്താ? ഇന്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇതെന്താക്കണം? സെപ്പറേറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചല്ലേ, പ്രോപ്പർട്ടീസ് മൊത്തമായിട്ട് നമ്മൾ എന്താക്കണം? ഇന്റഗ്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. ഇപ്പൊ ഇവിടെ സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, സൈൻ എക്സ് ഡി എക്സ് ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് എക്സ്. ഓക്കെ, കോസ് എക്സിന്റെ എന്താ? സൈൻ എക്സ് പ്ലസ് സി. അപ്പോൾ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇത് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ഇന്റഗ്രൽ കൊസീക് എക്സ് പ്ലസ് കോട്ട് എക്സ് ഡി എക്സ്. ഈ ഇന്റഗ്രേഷന് അധിക സ്റ്റുഡൻസിന് വളരെ ടഫായിട്ട് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഓൾജിബ്ര വരും, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ വരും, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരും, ലോഗരിതം ഫംഗ്ഷൻ വരും. എല്ലാ മാത്സിലുള്ള എല്ലാ ഫംഗ്ഷൻസും ഉള്ളിൽ ഇതായിട്ട് വരുന്നതുകൊണ്ട് എന്താക്കും?
അധിക സ്റ്റുഡൻസിന് ഇത് വളരെ കോംപ്ലിക്കേറ്റ് ആയിട്ട് തോന്നും. ഓക്കെ, ഒരു ബേസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും, നല്ല വൃത്തിക്ക് ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സ് ഡി എക്സ് ഒക്കെ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ കൊസീക്ക് എക്സിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഓക്കെ, കൊസീക്ക് എക്സിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ കൊസീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് എന്ന് വെച്ചാൽ കൊസീക്ക് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അല്ലേ, അതേപോലെ കൊസീക്ക് എക്സ് സ്ക്വയർ പ്ലസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ് വരും, കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ്. അപ്പോൾ ഡി എക്സ് ഇൻ്റഗ്രൽ ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ മൈനസ് കോട്ടെക്സ് ആണ്. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട് കേട്ടോ, മൈനസ് കോട്ടെക്സ്. കൊസീക്ക് എക്സ് കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും, മൈനസ് കൊസീക്ക് എക്സ്. ഓക്കെ, പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വരിക. ഓക്കെ, ഇത് നിങ്ങൾ വർക്കൗട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇപ്പോൾ 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ നിങ്ങളൊരു ഇൻ്റഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ക്വസ്റ്റ്യൻ നല്ലോണം അനലൈസ് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ ഇവിടെ ചെയ്ത് നോക്കിയാൽ ഇത് സ്പ്ലിറ്റ് ചെയ്യും. 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താക്കും, 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ എന്താ, സീക്ക് സ്ക്വയർ എക്സ് ആണ്, വീട്ടിൽ പഠിക്കുന്നത്. അപ്പോൾ അതിന് ഇൻ്റഗ്രേഷൻ ചെയ്യാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് വെച്ചാൽ ടാൻ എക്സ് സീക്ക് എക്സ്, ടാൻ എക്സ് സീക്ക് എക്സ് ഡി എക്സ്. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ, ടാൻ എക്സ് മൈനസ് ടാൻ എക്സ് സീക്ക് എക്സ് എന്ന് വെച്ചാൽ എന്താ, സീക്ക് എക്സ്. ഓക്കെ, സീക്ക് എക്സ് പ്ലസ് സി. ഇത് റിസൾട്ടാണ്. സീക്ക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താ, ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ സീക്ക് എക്സ് ആണ്. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്താ, ടാൻ ആണ്, ടാൻ എക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആന്റി ഡെറിവേറ്റീവ് of function f is defined f of x is 4x cube minus 6 where f of 0 is equal to 3. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം അല്ല, ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷനെ ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ചെയ്യണം, അതായത് ഇൻ്റഗ്രൽ 4x ക്യൂബ് മൈനസ് 6 ചെയ്യണം. ഓക്കെ, ഡി എക്സ് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, 4x ക്യൂബ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ 4x ക്യൂബ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 6 ഡി എക്സ് വരും. ഓക്കെ, ഇതിന് ഇൻ്റഗ്രേഷൻ ചെയ്ത് എന്ത് കിട്ടും, 4 ഇൻറ്റു എക്സ് റേസ് ടു 4/4 മൈനസ് 6x വരും. ഓക്കെ, പ്ലസ് സി കേട്ടോ, ഇത് നമുക്ക് കിട്ടി. ഒരു ക്യാപിറ്റൽ എഫ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എഫ് ഓഫ് 0 ഈക്വൽ ടു 3. അപ്പോൾ എക്സിന് 0 കൊടുക്കുക, എക്സിന് 0 ഇത് കട്ട് ഔട്ടാണ്. അപ്പോൾ എക്സ് റേസ് ടു 4 മൈനസ് 6x പ്ലസ് സി. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇതെന്താ 0 ആയി പോകും. അപ്പോൾ ഇവിടെ 3 വരും. അപ്പോൾ സീൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. ഇവിടെ 3 കൊടുക്കുമ്പോൾ സീൻ്റെ വാല്യൂ എന്താവും, 3 ആവും. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്താവും, അതായത് എക്സ് റേസ് ടു 4 മൈനസ് 6x പ്ലസ് 3. ഇതാണ് അവർക്ക് വേണ്ട ഇക്വേഷൻ. ഓക്കെ, ഈ ഫംഗ്ഷന് വേണ്ട ഇക്വേഷൻ. അടുത്ത ഇന്റഗ്രൽ സൈൻ 2x, ഇത് ഓൾറെഡി ചെയ്തത്. സൈൻ 2x എന്തൊരു മൈനസ് കോസ് 2x ബൈ 2 പ്ലസ് സി. ഓക്കെ, കോസ് 3x ആകുമ്പോൾ എന്തൊരു സൈൻ 3x ബൈ 3. ഇന്റഗ്രൽ ഇ റേസ് ടു 2x, ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ആണ്. ഇ റേസ് ടു 2xന്റെ ഇന്റഗ്രൽ എന്തൊരു ഇ റേസ് ടു 2x ബൈ 2 പ്ലസ് സി. ഓക്കെ, ഇനി ഇന്റഗ്രൽ സൈൻ 2x മൈനസ് 4 ഇ റേസ് ടു 3x ഡി എക്സ് ഇങ്ങനെ കിട്ടി. ഇപ്പോൾ എന്ത് വരും, ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. സൈൻ 2x ഡി എക്സ് മൈനസ് 4 ഇ റേസ് ടു 3x ഡി എക്സ്. ഓക്കെ, ഇപ്പോൾ സൈൻ 2x ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ, മൈനസ് കോസ് 2x ബൈ 2. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്ന് 4 നമുക്ക് പുറത്തേക്ക് എടുത്താൽ ഇ റേസ് ടു 3x എന്ന് വെച്ചാൽ ഇ റേസ് ടു 3x ഡിവൈഡ് ബൈ 3 വരും. ഓക്കെ, പ്ലസ് സി. ഇ റേസ് ടു 2x എന്ന് വെച്ചാൽ ഇ റേസ് ടു 2x ഡിവൈഡ് ബൈ 2 ആണ്. ഇ റേസ് ടു 3x എന്ത് വരും, ഇ റേസ് ടു 3x ഡിവൈഡ് ബൈ 3.
ഇ റേസ് ടു 100x ചോദിച്ചാലോ, ഇ റേസ് ടു 100x ഡിവൈഡ് ബൈ 100, ഓക്കെ, പ്ലസ് സി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 4e3x പ്ലസ് 1 dx. ഇപ്പോൾ 4e3xന്റെ ഇന്റഗ്രൽ എന്ത് വരും? 4 പുറത്തേക്ക് എടുത്ത് e3x ഡിവൈഡ് ബൈ 3 വരും കേട്ടോ, എക്സ് കൊണ്ട്. അപ്പോൾ 1ന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് ആണ്, പ്ലസ് സി വരും. ഓക്കെ, നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചില ഇതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഇന്റഗ്രൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ ഈ എക്സ് സ്ക്വയറിന് എന്താക്കണം, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എക്സ് സ്ക്വയറിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് വരും. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് വരും. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് പ്ലസ് സി അങ്ങനെ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. അപ്പോൾ എ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എ പുറത്തേക്ക്, എ ബി സി എന്ന കോൺസ്റ്റന്റ്, അപ്പോൾ എ പുറത്തേക്ക് എടുക്കാം. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ നിൽക്കുന്നില്ല, കാരണം ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് ഇതായതാണ്. അപ്പോൾ എന്താക്കണം, എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ബി പുറത്തേക്ക് എടുത്തിട്ട് എക്സിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി പുറത്തേക്ക് എടുത്ത 1ന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് ആണ്. കെ, ഒരു കെ കോൺസ്റ്റന്റ് വരും. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ വരാം. ഓക്കെ, കെ ഇസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ, അല്ലെങ്കിൽ ഡി എന്ന് എഴുതിയാലും മതി, ഏതെങ്കിലും ഒരു ആൽഫബറ്റ്സ് എഴുതാം. ഓക്കെ, ഇന്റഗ്രൽ 2x സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇതിനെ നമുക്ക് 2 പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. 2x സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇതിനെ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 2 പുറത്തേക്ക് എടുത്താൽ എക്സ് ക്യൂബ് ബൈ 3, ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് പ്ലസ് സി അല്ലെങ്കിൽ കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ റൂട്ട് എക്സ് മൈനസ് 1 ബൈ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ബൈനോമിയൽ എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് മാക്സിമം ചെയ്യാൻ നോക്കാം. ഇത് നോക്കാം, റൂട്ട് എക്സ് മൈനസ് 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ ചെയ്യാം നമുക്ക് ഇതിന്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. അത് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു 1 ബൈ റൂട്ട് എക്സ്. ഇത് കട്ടാവും. റൂട്ട് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 2 ഇത് വരും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഈ സാധനം ഇത് ഇവിടെ വരും. ഓക്കെ, ഇപ്പം ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 2 ഡി എക്സ് വരും. ഇവിടെ ഡി എക്സ് ഉണ്ട്. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എന്താക്കിയാൽ മതി, ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2. ഇത് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് എന്ന് വെച്ചാൽ ലോഗ് എക്സ് ആണ്, മാറിപ്പോകും. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ലോഗ് എക്സ്. ഇൻ്റഗ്രൽ 2 എന്താ? 2x പ്ലസ് സി. ഓക്കെ, അങ്ങനെ വരും. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തോന്നണം, കാരണം അടിയിൽ എക്സ് മൈനസ് 1 ഉണ്ട്, എക്സ് മൈനസ് 1 മുകളിലും ഉണ്ട്. അവിടെ നിന്ന് സാധനം പുറത്തേക്ക് എടുത്താൽ പിന്നെ ഇവിടുന്ന് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കും. ഓക്കെ, ഇപ്പൊ എന്തൊരു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 കിട്ടും. ഓക്കെ, അപ്പൊ ഈ എക്സ് മൈനസ് 1 ഒന്നും രണ്ട് സ്ഥലത്ത് കോമൺ ആയിട്ടില്ല, ഒന്നുകൂടി ഞാൻ പുറത്തേക്ക് എടുക്കും. ഇപ്പൊ എന്തൊരു എക്സ് സ്ക്വയർ പ്ലസ് 1 കിട്ടും ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. അപ്പൊ ഇത് ഞാൻ എന്താക്കും എന്ന് വെച്ചാല് അടിയിലും മുകളിലും എക്സ് മൈനസ് 1 ഉണ്ട്, അപ്പൊ അത് കട്ടായി പോകും. അപ്പൊ എക്സ് സ്ക്വയർ ഫൈനൽ എന്തായി? എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഒരു പോളിനോമിയൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരമാവധി അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതെന്തൊരു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് പ്ലസ് സി. ഇതാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് വരെ. ഓക്കെ, അടുത്ത് ഇന്റഗ്രൽ 2x സ്ക്വയർ മൈനസ് 3 സൈൻ എക്സ് പ്ലസ് 5 റൂട്ട് എക്സ്
ഡി എക്സ്. ഇതിനെങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യാം? ഇതിനെ ആദ്യം പാർട്സ് ആയിട്ട് എഴുതാൻ പറ്റും. 2x² dx -3 sin x dx. ഇവിടെ എല്ലാം എന്നിട്ട് ഇന്റഗ്രേഷൻ ഇട്ട് കൊടുക്കുക. 5 √x dx. 2x² dx എന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ എന്ത് വരും? 2 × x³ / 3 -3 sin x ന്റെ ഇന്റഗ്രൽ എന്താ? cos x cos x അല്ലേ? പ്ലസ് 5 പുറത്തേക്ക് എടുക്കുക. √x ന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ √x എന്ന് വെച്ചാൽ എന്താ? x⁻²² ആണ്. ഇത് ഓർമ്മ ആവും. ഇവിടെ എന്ത് വരും? x⁻²² + 1 / 1/2 + 1. ഇത് ഡയറക്റ്റ് റിസൾട്ട് ചെയ്താണ് കേട്ടോ. ഇപ്പൊ 2x³ / 3 + 3 cos x + 5 × x⁻³ / 3/2. ഈ 3/2 മുകളിൽ പോകുമ്പോൾ എന്ത് വരും? 10/3 വരും. 2x³ / 3 + 3 cos x + 10/3 x⁻², അല്ലെങ്കിൽ √x എന്ന് എഴുതാം. ഓക്കെ, എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും. x⁻³ സോറി x⁻³/2. ഓക്കെ, ഓക്കെ. അടുത്ത് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഒരു സാധനത്തിന് നമ്മൾ പുട്ട് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഉദാഹരണം ഇന്റഗ്രൽ 2x sin of x² + 1 dx. ഓക്കെ, ഇതിനെ ഞാൻ എന്താക്കും? പുട്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് t = x² + 1. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാ t എന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനെ എന്താക്കും? ഈ ടേമിന് x² + 1 ഞാൻ t കൊടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ dt/dx ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എടുക്കും കേട്ടോ. dt/dx എടുക്കും. അപ്പോൾ ഇവിടെ വരും 2x + 0 വരും. ഓക്കെ, ഇവിടെ ഡെറിവേറ്റീവ് x² ഡെറിവേറ്റീവ് 2x ആണ്, 1 ഡെറിവേറ്റീവ് 0 ആണ്. ഇതെന്താവും? ഞാൻ ഈ dx-നപ്പുറം പോകും. 2x dx. ഈ ടേമിൽ ഇതിലുണ്ട്. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ ഫുള്ള് മാറി. ഓക്കെ, ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ എന്തായി? sin t dt വിത്ത് റെസ്പെക്ട് ടു d. ഇവിടെ dx-നെ നമ്മൾ മാറ്റി t കൊടുത്തേരെ t വിത്ത് റെസ്പെക്ട് ടു t ഇന്റഗ്രേഷൻ കിട്ടി. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ഓക്കെ, sin t ന്റെ ഇന്റഗ്രേഷൻ എന്താ? -cos t. എന്നിട്ട് നമുക്ക് എന്താ ടീനെ പിന്നെ എന്താ റീകോൾ ചെയ്യണം, തിരിച്ചു വിളിക്കണം. -cos of x² + 1. ടീന്റെ ആദ്യത്തെ വാല്യൂ നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. -cos of x² + 1 + c. ഇപ്പൊ കുറെ കോംപ്ലിക്കേറ്റഡ് ആയ സാധനങ്ങൾ എന്താക്കണം? ഇതേ പുട്ട് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വേറെ ഒരു ടി ആ യു ആ വി ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിനെന്താക്കണം? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ എന്താക്കണം? മാറ്റിയിട്ട് ഫുൾ ഇന്റഗ്രേഷൻ ആ രൂപത്തിലേക്ക് ആക്കണം. എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, ഇന്റഗ്രൽ കോട്ടെക്സ് dx ഇന്റഗ്രൽ എന്താ? ലോഗ് മോഡ് sin x + c ആണ്. ഇന്റഗ്രൽ sec x dx. sec x-ന്റെ ഇതെന്താ? ലോഗ് മോഡ് sec x + tan x ആണ്. ഓക്കെ, പ്ലസ് c. ഇന്റഗ്രൽ cosec x dx-ന്റെ എന്ത് വരും? cosec x-ന്റെ ലോഗ് മോഡ് cosec x - cot x + c. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഇന്റഗ്രൽ 2x/1 + x² dx. 2x/1 + x² dx എന്ന് വെച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താക്കി? ലോഗ് ഇട്ടാൽ മതി. താഴത്തെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ ഒന്നുമില്ല. ലോഗ് മോഡ് താഴത്തുള്ള സാധനം 1 + x² + c. ഓക്കെ, താഴത്തുള്ള ഡെറിവേറ്റീവ് അതായത് 1 + x² ഡെറിവേറ്റീവ് എന്താ? d/dx എന്താ? 0 + 2x. 2x എന്തുണ്ട്? ന്യൂമറേറ്ററിലുണ്ട്. ഓക്കെ, അപ്പൊ എന്താ മതി? ജസ്റ്റ് ലോഗ് മോഡ് ഡിനോമിനേറ്ററിൽ എടുത്താൽ മതി. ഓക്കെ, അതായത് ഇന്റഗ്രൽ f'(x) / f(x) dx ആണെങ്കിൽ എന്താ മതി? ലോഗ് മോഡ് f(x).
താഴത്തുള്ള ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എഫ് ഡാഷ് എക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അപ്പോൾ ഇന്റഗ്രൽ സൈൻ ഓഫ് കോസ് എക്സ് സൈൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ് ഡി എക്സ് സൈൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ? ഇതിന് ഞാൻ എന്താക്കും, ഇവിടെ ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ടി ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡി ടി ബൈ ഡി എക്സ് കണ്ടിരിക്കും. ഡി ടി ബൈ ഡി എക്സ് എന്താ? മൈനസ് സൈൻ എക്സ് വരും. ഓക്കെ, ഇത് ഞാൻ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ടി ബൈ ഡി എക്സ് ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ് നേരെ ഇവിടെ കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു കോമ്പൻസേറ്റ് ഇവിടെ എക്സ്ട്രാ ഒരു മൈനസ് വന്നു, അത് ഞാൻ ഇവിടെ എന്താക്കും, പുറത്തേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ സൈൻ ടി ഡി ടി ഫസ്റ്റ് മൊത്തം മാറി കേട്ടോ. ടി കോസിന് ഞാൻ ഒരു ടി കൊടുത്തോണ്ട് ഇങ്ങനെ മാറി. ഇനി സൈൻ ടി ഡി ടിനെ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. സൈൻ ടിന്റെ ഇന്റഗ്രേഷൻ എന്താ? മൈനസ് കോസ് ടി. ഇവിടെ ഒരു പുറത്തൊരു മൈനസ് കൂടിയുണ്ട്, അപ്പൊ എന്താ? പ്ലസ് ആവും. കോസ് ടി വരും. കോസ് ടി എന്ന് വെച്ചാൽ ടിന്റെ വാല്യൂ എന്താ? കോസ് എക്സ് ആണ്. അപ്പൊ എന്ത് വരും? കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി വരും. ഓക്കെ, ഞാൻ അത് ചെയ്യേണ്ടത്. അടുത്ത ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ടു ഡി എക്സ്. റൂട്ട് ഓഫ് എക്സ് പ്ലസ് ടു ഡി എക്സ്. അപ്പൊ ഞാൻ ഇവിടെ എക്സ് പ്ലസ് ടുക്ക് എന്ത് കൊടുക്കുന്നു? എക്സ് പ്ലസ് ടുക്ക് ടി എന്ന് കൊടുക്കുന്നു. ഓക്കെ, എക്സ് പ്ലസ് ടുക്ക് ടി എന്ന് കൊടുത്തു. അപ്പൊ ഡി ടി ബൈ ഡി എക്സ് എന്ത് വരും? 1 വരും. ഓക്കെ, അപ്പോ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായി? റൂട്ട് ടി ആയി. റൂട്ട് ടി ആയി ഡി ടി ആയി. റൂട്ട് ടി ഡി ടി എന്ന് വെച്ചാൽ എക്സ് റേസ് ടു ടി റേസ് ടു ഹാഫ് പ്ലസ് 1 ഡിവൈഡ് ബൈ ഹാഫ് പ്ലസ് 1 ആവും. അതായത് ടി റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2. അത് മുകളിൽ പോകുമ്പോൾ 2/3 ടി റേസ് ടു 3/2. ഓക്കെ, ഇങ്ങനെ വരും. പ്ലസ് സി. ടീനെ എന്താക്കാം? ടി ആടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2/3 ടി എന്താ? എക്സ് പ്ലസ് 2 റേസ് ടു 3/2 പ്ലസ് സി. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ടുവിന്റെ ഇന്റഗ്രേഷൻ ആണ് എന്ത് വരാം? 2/3 എക്സ് പ്ലസ് 2 റേസ് ടു 3/2 പ്ലസ് സി. ഓക്കെ, അടുത്തത് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ എക്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് 2x സ്ക്വയർ ടി എക്സ്. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ എന്താക്കാം? 1 പ്ലസ് 2x സ്ക്വയറിന് എന്ത് കൊടുക്കുക? ടി കൊടുക്കുക. അതിന് ഡി ടി ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. വിത്ത് റെസ്പെക്ട് ടു എക്സിന് നമുക്ക് എന്താക്കണം? ഡെറിവേറ്റീവ് എടുക്കുക. അങ്ങനെ എടുത്തതിന് എന്ത് കിട്ടും? 2x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 4x ആണ്. ഇവിടെ ഒരു 4ന്റെ ഒരു കുറവുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കണം? 4നെ എന്താക്കണം? 4നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 1/4 റൂട്ട് ഓഫ് 1/4 ഇന്റഗ്രൽ ഇതൊരു റൂട്ട് ടി ഡി ടി വരും. ഓക്കെ, സാധാരണ മൊത്തം അവിടെ ഉണ്ട്. ഡി ടി ഇസ് ഈക്വൽ ടു 4x ഡി എക്സ്. നേരെ ഇവിടെ ഉള്ള സാധനം ഇങ്ങനെ ഇടാം. 1/4 ഇന്റഗ്രൽ റൂട്ട് ടി ഡി ടി വരും. അപ്പൊ റൂട്ട് ടീനെ നമ്മൾ എന്താക്കണം? ഓൾറെഡി പഠിച്ച് 3/2 ബൈ 3/2. ഓക്കെ, അതായത് ഹാഫ് ആണ്. റൂട്ട് ടി എന്ന് വെച്ചാൽ ഹാഫ് ആണ്. ടി റേസ് ടു ഹാഫ്. അതിന് ഇന്റഗ്രേഷൻ ചെയ്ത് എന്ത് കിട്ടും? ഹാഫ് പ്ലസ് 1 ഡിവൈഡ് ബൈ ഹാഫ് പ്ലസ് 1. ഹാഫ് പ്ലസ് 1 എന്ന് വെച്ചാൽ 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി. അപ്പൊ അതിന് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2/3 ഇൻറ്റു 4 ടി റേസ് ടു 3/2 പ്ലസ് സി. ഇത് കട്ടായി കഴിഞ്ഞാൽ 1/6 ടി റേസ് ടു 3/2 പ്ലസ് സി. അത് ടീക്കിന് താഴെ മുകളിലുള്ള വാല്യൂ കൊടുക്കുക. ടീന്റെ വാല്യൂ എത്ര? 1 പ്ലസ് 2x സ്ക്വയർ 3/2 ഇൻറ്റു 1/6 പ്ലസ് സി. ഓക്കെ, അടുത്തതിന് ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രി ഫങ്ഷൻസ്. ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. കോസ് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ കാണണമെങ്കിൽ നമ്മൾ കോസ് സ്ക്വയർ എക്സിന്റെ വേറെ ഏതെങ്കിലും കോസ് എക്സ് ലീനിയർ ഇക്വേഷൻ ആയിട്ടുള്ള കിട്ടുമോ നോക്കാം. ലീനിയർ. ഓക്കെ, അപ്പൊ കോസ് സ്ക്വയർ എക്സിന്റെ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നത് 1 പ്ലസ് കോസ് 2x ഡിവൈഡ് ബൈ 2 എന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് നേരെ എന്താക്കും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇന്റഗ്രൽ 1 പ്ലസ് കോസ് 2x ബൈ 2 എന്താക്കിയാൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയാണ് കോസ് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ. അപ്പൊ ഇതെന്താക്കണം? ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു.
അതായത് 1/2 dx പ്ലസ് ഇന്റഗ്രൽ കോസ് 2x ഡിവൈഡ് ബൈ 2 dx. ഓക്കെ, ഇന്റഗ്രൽ dx/2ന്റെ ഇന്റഗ്രൽ എന്ത് വരും? അതായത് x/2 വരും പ്ലസ് കോസ് 2x/2, 2 പുറത്തേക്ക് 1/2 പുറത്തേക്ക് എടുത്താൽ കോസിന്റെ ഇന്റഗ്രേഷൻ എന്താ? സൈൻ 2x/2 വരും. സൈൻ 2x/2. ഇവിടെ ഒരു 1/2 ഈ 2 ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്ലസ് സി x/2 പ്ലസ് സൈൻ 2x/4 പ്ലസ് സി. ഇതാണ് ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സിന്റെ ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ. ഓക്കെ, സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്. സൈൻ ക്യൂബ് എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് റിലേഷൻ ഓർത്തിരിക്കണം സൈൻ ക്യൂബ് എക്സിന്റെ. അതായത് സൈൻ ക്യൂബ് എക്സിന്റെ സൈൻ 3x നമുക്കറിയാം. സൈൻ 3x എന്താ? സൈൻ 3x = 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ എന്താക്കണം? സൈൻ ക്യൂബ് എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സൈൻ ക്യൂബ് എക്സ് എന്ന് വെച്ചാൽ എന്താ? സൈൻ ക്യൂബ് എക്സ് എന്ന് വെച്ചാൽ 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ഡിവൈഡ് ബൈ 4. ഇത് നമ്മൾ എന്താക്കിയാൽ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ക്യൂബ് എക്സിന്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇന്റഗ്രൽ നമ്മുടെ ക്വസ്റ്റ്യൻ മാറി 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ഡിവൈഡ് ബൈ 4. ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 4 ഞാൻ പുറത്തേക്ക് എടുത്തു 1/4. അപ്പോൾ 3 സൈൻ എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ? 3 സൈൻ എക്സിന്റെ ഇന്റഗ്രൽ 3 സൈൻ എക്സ് ഡി എക്സ് മൈനസ് സൈൻ 3x ഡി എക്സ് ഫുൾ ബ്രാക്കറ്റിലിടാം. അപ്പോൾ 3 സൈൻ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ? 3 സൈൻ എക്സ് എന്ന് വെച്ചാൽ സൈൻ എക്സിന്റെ ഇന്റഗ്രേഷൻ മൈനസ് കോസ് എക്സ് ആണ്. ഓക്കെ, മൈനസ് സൈൻ 3xന്റെ ഇന്റഗ്രേഷൻ എന്ത് വരും? മൈനസ് കോസ് 3x ഡിവൈഡ് ബൈ 3 വരും. ഓക്കെ, പുറത്തേക്ക് ഒരു 1/4 ഉണ്ട്. അപ്പോൾ മൈനസ് 3 കോസ് എക്സ് പ്ലസ് കോസ് 3x/3 വരും. ഓക്കെ, അപ്പോൾ ഇത് 4 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 3/4 കോസ് എക്സ് പ്ലസ് കോസ് 3x/3 വരും പ്ലസ് സി വരും. ഓക്കെ, ഇനി കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ആണ്. ഇന്റഗ്രേഷൻ ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ് കേട്ടോ. ഇന്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടും പ്രോബ്ലം ചോദിക്കാം. ഫങ്ഷൻ ഒന്നാമത്തത് ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അതായത് 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഓക്കെ, അപ്പൊ അടുത്തത് എന്താ? ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വെച്ചാൽ 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഇനി ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും? 1/2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി വരും. ഓക്കെ, മൂന്നാമത്തത് ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും? 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പൊ ഇത് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും. ഇവിടെ പ്ലസ് ആണ്, എക്സ് സ്ക്വയറും എ സ്ക്വയറും പ്ലസ് ആണെങ്കിൽ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഓക്കെ, അങ്ങനെ ആലോചിക്കാം. മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആകുമ്പോൾ മുകളിൽ അപ്പുറം ഇപ്പുറം മാറി ലോഗിന്റെ മുകളിൽ മാറ്റിയിട്ടാണ് മതി. അടുത്ത ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വെച്ചാൽ ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതായത് ഈ ടേം മൊത്തം ഈ ലോഗിന്റെ ഉള്ളിൽ എക്സ് പ്ലസ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അഞ്ചാമത്തത് ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മളിപ്പോ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പഠിച്ചു. അതേപോലെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ അത് മാറ്റുന്നുണ്ട്, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഓക്കെ, അടുത്തത്
ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതായത് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി ഇങ്ങനെ വരും. ഓക്കെ, നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പൗസ് ചെയ്തിട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പൊ ഇത് ഒന്ന് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് എല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം, ഇൻഡയറക്റ്റ് ആയിട്ട് വലിയ ഇക്വേഷൻ എല്ലാം തരും. അപ്പൊ നമ്മൾ ഇതിനെ ഈ രൂപത്തിലാക്കിയിട്ട് എന്താണ് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. ഇപ്പൊ ജെയ് മെയിന് എൻ ഡി എൽ എല്ലാം പോലത്തെ എക്സാമിന് ഇത് വളരെ കൂടുതൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ, അപ്പൊ ഈ എക്സ് സ്ക്വയർ ഈ 16 ഞാൻ എന്താക്കുമെന്ന് അറിയോ, 4 എന്ന് കൊടുക്കും, 4 സ്ക്വയർ എന്ന് കൊടുക്കും. അപ്പൊ 16 4 സ്ക്വയർ എന്ന് കൊടുത്താൽ എന്ത് കിട്ടും, എ നമുക്ക് 4 കിട്ടി. അപ്പൊ നമ്മളെ മറ്റേ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഏത് രൂപത്തിലായി, ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ രൂപത്തിലായി. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വെച്ചാൽ 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എ. ഇപ്പൊ 1/2a എന്ന് വെച്ചാൽ 1/2 into 4. Okay, log of x minus 4 divided by x plus 4 plus c. Okay, അതായത് 1/8 log of x minus 4 divided by x plus 4 plus c. അടുത്തത് മക്കളെ, ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 13x മൈനസ് 10. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇത് കൺവേർട്ട് ചെയ്യണം. ഏത് രൂപത്തിൽ, മറ്റേ റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. 3x സ്ക്വയർ പ്ലസ് 13x മൈനസ് 10 എന്താക്കണം, കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് 3 പുറത്തേക്ക് എടുക്കാം. 3 പുറത്തേക്ക് എടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് 13x/3 മൈനസ് 10/3 വരും. ഓക്കെ, ഇതിനെന്താക്കണം എന്നിട്ട് ഇത് മറ്റേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിലേക്ക് ആക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതെന്താക്കണം, ഇതിനൊന്നുകൂടി ഡിവൈഡ് ബൈ 2 ചെയ്യാം രണ്ടാമത്തെ ടേമിനെ. അപ്പൊ എന്ത് വരും, എക്സ് പ്ലസ് 13/2, 13/3 ഡിവൈഡ് ബൈ 2 13/6 ഹോൾ സ്ക്വയർ മൈനസ്, അപ്പൊ അത് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ആഡ് ചെയ്യുന്നത് അതൊന്നും വരാം. അപ്പൊ 17 പ്ലസ് 6 വരും, 17 സ്ക്വയർ പ്ലസ് 17/6 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ഇത് ഇങ്ങനെ 3 പുറത്തേക്കുള്ള 3 മൾട്ടിപ്ലൈ, ഇതാണ് നമ്മളെ സാധനം മാറി. നമ്മൾ ഇതിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ 3 of x plus 13/6 സ്ക്വയർ 17/6 ഹോൾ സ്ക്വയർ. അപ്പൊ 3 പുറത്തേക്ക് എടുത്ത 1/3 ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 13/6 ഹോൾ സ്ക്വയർ മൈനസ് 7/6 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് ബി. അപ്പൊ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആ രൂപത്തിലേക്ക് ആയി. ഓക്കെ, ആ രൂപത്തിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, ജസ്റ്റ് ഇത് 1/3 ഇൻറ്റു 1 ഇത് എത്ര 1/2a എന്ന് വെച്ചാൽ 17/6 ലോഗ് മോഡ് എക്സ് പ്ലസ് 13/6 മൈനസ് 17/6 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 13/6 പ്ലസ് 17/6. ഇനി ഇതെന്താക്കണം, ചെറുതാക്കിയാൽ മതി. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1/17 ഫൈനൽ ആൻസർ ആണ്. ലോഗ് മോഡ് 3x/2 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 5 പ്ലസ് സി, ചെറുതാക്കി കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, അടുത്തതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് പ്രൊഡക്റ്റ് റൂൾ. എങ്ങനെ ഈ രണ്ട് ഇന്റഗ്രേഷൻ പ്രൊഡക്റ്റ് എങ്ങനെ ചെയ്യാം, പ്രൊഡക്റ്റ് റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ രണ്ട് ഇന്റഗ്രേഷൻ, രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ, അതായത് f(x) ഇൻറ്റു g(x) ആണ് ഇന്റഗ്രേഷനിൽ തന്നെ. അങ്ങനെ തന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഫസ്റ്റ് ഇൻറ്റു അത് നമ്മൾ ചെയ്യാം, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് integral of dy by dx of first into integral of second. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ് റൂൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫസ്റ്റ്
ഇത് സെക്കൻഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ റൂള് അപ്ലൈ ചെയ്യണം. ഈ ഓർഡറിൽ പോകാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, പിന്നെ ലോഗരിതം ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ ആൾജിബ്ര ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ ട്രിഗ്നോമെട്രി ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ എക്സ്പോണൻഷ്യൽ ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ഇന്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ്. എക്സ് കോസ് എക്സ് ഡി എക്സിന് എങ്ങനെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് റൂൾ ആ പ്രകാരമാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് ആൾജിബ്ര ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് ഉള്ളത്. രണ്ടാമത് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ. ഫസ്റ്റ് ആൾജിബ്ര പിന്നെ ട്രിഗ്നോമെട്രി. ഓക്കെ, ഇത് കറക്റ്റ് ഓർഡറിൽ അവർ തന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ പോട്ട്. ഇപ്പൊ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് വെച്ചാൽ സൈൻ എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എത്ര 1. അപ്പോൾ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് കോസസ്. കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താ, സൈൻ എക്സ് ഡി എക്സ്. ഇനി ഇതിനെ ഒന്നും കൂടി ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പൊ എക്സ് സൈൻ എക്സ് മൈനസ് 1 ഇൻറ്റു സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താ, സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി. അതായത് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ഇത്രയാണ് അതിന്റെ ഫൈനൽ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്റഗ്രൽ ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ്. ഇപ്പോൾ ഹൈലൈറ്റ് റൂൾ പ്രകാരം നോക്കാം. ഫസ്റ്റ് ലോഗ വേണ്ട, പിന്നെയാണ് ആൾജിബ്ര ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താക്കണം, ഇവിടെ ഇൻറ്റു 1 കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, 1 എന്ന് വെച്ചാൽ സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് dy by dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ ലോഗ് എക്സ് ഇൻറ്റു ഫസ്റ്റ്, ഇപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ എന്ന് വെച്ചാൽ എന്താ, എക്സ് വരും. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് വെച്ചാൽ 1/x ഇൻറ്റു എക്സ് വരും. ഇന്റഗ്രൽ ഓഫ് 1ന്റെ എന്തൊരു എക്സ് വരും. അപ്പോൾ നേരെ ഇവിടെ കൊടുത്തു. ഓക്കെ, ഡി എക്സ്. ഈ എക്സും എക്സും കട്ടായി പോകും. അപ്പൊ ലോഗ് എക്സ്, എക്സ് ലോഗ് എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് 1dx വരും. 1dx പിന്നെ എക്സ് വരും. അപ്പൊ എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് സി ഇത് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്റഗ്രൽ ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് റൂൾ പ്രകാരമാണോ എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഹൈലൈറ്റ് റൂൾ പ്രകാരം ഈ ഓർഡറിലായിരിക്കണം. ഫസ്റ്റ് ഇൻവേഴ്സ്, പിന്നെ ലോഗരിതം, പിന്നെ ആൾജിബ്ര, ട്രിഗ്നോമെട്രി, എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യൽ ലാസ്റ്റ് ആണ്, ഫസ്റ്റ് ആൾജിബ്ര. അപ്പൊ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് എന്ന് വരും, ഡി എക്സ്. നിങ്ങൾ ആദ്യം എന്താക്കണം, ഇതിലേക്ക് ഇങ്ങനെ മാറ്റി എഴുതണം. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ നിങ്ങൾ ഏതാ പ്രയോറിറ്റി കൊടുക്കേണ്ട, ആൾജിബ്ര. അപ്പൊ ആൾജിബ്ര ഫസ്റ്റ്. അപ്പൊ നമ്മൾ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് dy by dx ഓഫ് ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇപ്പൊ ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ആണ്. ഇപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഒന്നുകൂടി ഇന്റഗ്രേഷൻ എടുത്താൽ എന്ത് കിട്ടും, ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ. ആണെങ്കിൽ ഇതിനെ ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ട് എടുത്താൽ എക്സ് മൈനസ് 1 പ്ലസ് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഇ റേസ് ടു ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഹൈലൈറ്റ് നോക്കുക, ചെക്ക് ചെയ്യുക. ഹൈലൈറ്റ് ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഏതാ,
എക്സ്പോണൻഷ്യൽ ലാസ്റ്റ്. അപ്പൊ സൈൻ എക്സ് ഫസ്റ്റ് ചെയ്താൽ സൈൻ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മൾ ഇത് കൊടുക്കുക, സെക്കൻഡ് ഏതാ ഇ റൈസ് ടു എക്സ് കൊടുക്കാം. ഇപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ സൈൻ, പിന്നെ ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഓക്കെ, ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ്. അപ്പൊ സൈൻ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താ, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ, കോസ് എക്സ് ആണ്. ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് എന്താ, ഇ റൈസ് ടു എക്സ് ആണ് ഇൻറ്റു ഡി എക്സ് വരും. ഓക്കെ, അപ്പൊ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ്. അപ്പൊ ഇത് പിന്നെ എന്തായി, ഈ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട രീതിയിലായി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഐ എന്ന് പറഞ്ഞിട്ട് ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ് എന്ന് ഇടാം. ഓക്കെ, ഇത് റിമെമ്പർ ചെയ്യണേ. അപ്പൊ ഒന്നും കൂടി നമുക്ക് ഇത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു ഇത് ഫസ്റ്റ് തന്നെ, സെക്കൻഡ്, കാരണം ഇ റൈസ് ടു എക്സ് ലാസ്റ്റ് ആണ്, എക്സ്പോണൻഷ്യൽ ഫസ്റ്റ് ലാസ്റ്റ് ആണ്. ഫസ്റ്റ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് dy by dx of cos x into integral of second. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും, cos x into e raised to x മൈനസ് dy by dx of എന്ത് വരും, മൈനസ് സൈൻ എക്സ് കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് അങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇതെന്താവും, ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇത് പ്ലസ് ആയിട്ട് സൈൻ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വരും. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ സാധനം ഉണ്ട്, ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് ഞാൻ ഐ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്ത് വരും, ഇത് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് കോസ് എക്സ് മൈനസ് കോസ് എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇ റൈസ് ടു എക്സ്. ഇപ്പൊ ഇവിടെ ഐ ഉണ്ട്. അപ്പൊ ഈ ഐ ഇതെന്താവും, ഐ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് കോസ് എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ഫസ്റ്റ് ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് ആണ് ഇവിടെ. ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് ഇ റൈസ് ടു എക്സ് കോസ് എക്സ് ഇവിടെ എന്ത് വരും, മൈനസ് ഐ വരും. അപ്പൊ ഈ ഐ അപ്പുറം പോകുമ്പോൾ എന്ത് വരും, 2i വരും. 2i എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഐ എന്ന് വെച്ചാൽ എന്ത് വരും, ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 2 വരും. ഓക്കെ, ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പൊ നമ്മൾ ആദ്യം ഐ ഇട്ടിട്ട് ചെയ്യണം. നാളെ സ്റ്റെപ്പ് കൊണ്ട് എന്താ, ഐ ഇട്ടിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇത് ഐ ആണ്. അപ്പൊ അത് ഇവിടെ കണ്ടുപിടിച്ചിട്ട് പുറമെ കൊണ്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ഇത് 3 വട്ടം നമ്മളിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും, 2 വട്ടം ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റാഷണൽ ഫംഗ്ഷൻ തരും. റാഷണൽ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, ഫസ്റ്റ് അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എ ബൈ, ഇപ്പോൾ ഒന്നാമത്തത് പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എ മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ബി. ഓക്കെ, പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി തന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ആദ്യം ഇങ്ങനായിട്ട് കൺവേർട്ട് ചെയ്യണം, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി. ഈ രണ്ടാമത്തത് പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ തന്നു കഴിഞ്ഞാൽ അതിന് ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി തന്നു കഴിഞ്ഞാൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി പ്ലസ് സി ബൈ എക്സ് മൈനസ് സി കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്നിട്ട് ഇതിൽ നിന്ന് എ ബി ഫൗണ്ട് ചെയ്യണം കേട്ടോ. അടുത്ത പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി. അപ്പൊ ഇതിനെങ്ങനെ കണ്ടുപിടിക്കാം, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് ബി. ഇനി പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, അതിന് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യണം, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി എക്സ് ബൈ സി ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ,
നമുക്ക് ഇതിന്റെ 2-3 പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ റിമെമ്പർ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നിങ്ങൾ പൗസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ dx divided by x plus 1 into x plus 2. ഇതിന് നമ്മൾ ആദ്യം എന്താക്കണം, മറ്റേ പാർഷ്യൽ ഫ്രാക്ഷനിലായിട്ട് മാറ്റണം. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷനായിട്ട് മാറ്റും. അപ്പൊ ഞാൻ ഇതെന്താക്കി 1 ഇന്റഗ്രേഷനെ എല്ലാം ചെയ്യുന്നട്ടോ, ഇത് പണ്ട് പഠിച്ചതാ റാഷണൽ ഇതെങ്ങനെ പാർഷ്യൽ ഇതാക്കാം. ഇപ്പൊ എ ബൈ ഇത് സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ടുണ്ടാവില്ല, ഇത് മറ്റേ ICSE അങ്ങനത്തെ സിലബസുകാര് പഠിച്ചതാണ്. എ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ബൈ ബി ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്പിൾ ആവും. ഇങ്ങോട്ടേക്ക് മൾട്ടിപ്പിൾ ആകുമ്പോൾ എന്തോ 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഈ എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 ബി ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2. അപ്പോൾ ഇതിൽ നിന്ന് ഇതും കട്ടായി പോകും, ഇതും കട്ടായി പോകും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ എ ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ആവും. ഓക്കെ, എന്നിട്ട് എ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എ എക്സ് പ്ലസ് 2a പ്ലസ് ബി എക്സ് പ്ലസ് ബി വരും. ഓക്കെ, ഇങ്ങനെ വന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഒരുമിച്ച് കിട്ടിയത് അത് എക്സ് പുറത്തേക്ക് വെക്കുക, എ പ്ലസ് ബി പ്ലസ് 2a പ്ലസ് ബി കിട്ടും ഈക്വൽ ടു 1. ഇവിടെ എക്സിന്റെ ടേം ഇല്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിന്റെ ടേം ഇല്ല, കോഎഫിഷ്യന്റ് ഓഫ് എക്സിന്റെ ടേം ഇല്ല. ഇപ്പൊ എ പ്ലസ് ബി എന്താക്കണം, 0 ആവും. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കമ്പയർ ചെയ്തിട്ട് നോക്കുമ്പോൾ 0, എ പ്ലസ് ബി 0. 2a പ്ലസ് ബി ഇതിന്റെ ടേം ഉണ്ട്, കോൺസ്റ്റന്റിന്റെ ടേം ഉണ്ട്. 2a പ്ലസ് ബി എന്താ 1 ആണ്. എ പ്ലസ് ബി 0 ആണ്, 2a പ്ലസ് ബി 1 ആണ്. ഞാൻ എന്താക്കും, ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുത്ത് ഇക്വേഷൻ 2 കൊടുത്തു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇക്വേഷൻ 2 മൈനസ് 1 രണ്ടാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യും. എന്തൊരു 2a മൈനസ് എ എന്തൊരു എ വരും, ബിയും കട്ടായി പോവും, a1 വരും. ഓക്കെ, എ എന്ത് വരും 1 വരും. a1 ആണെങ്കിൽ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, എ പ്ലസ് ബി അല്ല, ഇത് നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി എന്ത് വരും -1 വരും. ഓക്കെ, ബി എന്ത് വരും -1 വരും. ഇതിനകത്ത് നമ്മൾ പ്രോബ്ലം എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ എ എത്ര 1, ബി -1 കിട്ടി. ഇപ്പൊ 1 ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 പ്ലസ് -1 ബൈ എക്സ് പ്ലസ് 2 ഇത് ചെയ്താൽ മതി. ഓക്കെ, ഡി എക്സ്. അപ്പൊ ഇതിന് നമ്മൾ എന്താക്കണം, 1 ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പ്ലസ് 2. ഇതിനെന്ന് വെച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ എന്താ ലോഗ് മോഡ് എക്സ് പ്ലസ് 1 ആണ്, ലോഗ് മോഡ് എക്സ് പ്ലസ് 1. ഇതിന്റെ ഡെറിവേറ്റീവ് മുകളിലുള്ളതുകൊണ്ട് ലോഗ് മോഡ് എക്സ് പ്ലസ് 2. ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ, ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി. ഓക്കെ, നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ലോഗ് ഓഫ് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 എഴുതാൻ പറ്റും. ലോഗ് എ മൈനസ് ലോഗ് ബി ആയതുകൊണ്ട് ലോഗ് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ ലോഗ് എക്സ് പ്ലസ് 2 എഴുതാൻ പറ്റും. ഓക്കെ, പ്ലസ് സി. ഓക്കെ, അപ്പൊ അടുത്ത ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 dx. ഈ പ്രോബ്ലം നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രോബ്ലത്തിൽ ഇതിനെ നമ്മൾ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എയും ബിയും എന്താക്കണം, കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ഇന്റഗ്രേഷൻ ചെയ്യുക. അതാണ് ഇതിന്റെ മെത്തേഡ്. സ്റ്റെപ്പ് 1 ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 മുകളിലുള്ളത് ഞാൻ എന്താ ഒരു പ്ലസ് 5x ആഡ് ചെയ്യും, -5x ആഡ് ചെയ്യും. ഓക്കെ, പ്ലസ് -5 ആഡ് ചെയ്യും, പ്ലസ് 5 ആഡ് ചെയ്യും, എന്നിട്ട് എന്താക്കും എക്സ് സ്ക്വയർ -5x പ്ലസ്. ഇതിനെ ഞാൻ എന്താക്കും എക്സ് സ്ക്വയർ
എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 പ്ലസ് 5x മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ആയി. ഇതെന്താവും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ 1 പ്ലസ് 5x മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 കിട്ടും. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് വെച്ചാൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്താക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 കിട്ടും. ഓക്കെ, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അല്ലെങ്കിൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 6 ഏതല്ല 2 ഇൻറ്റു 3 പിന്നെ 6 ഇൻറ്റു 1 അതിൽ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നത് ഈ ഇതാന്ന് കിട്ടുക 2 3. അപ്പം അങ്ങനെയും ചെയ്യാം, ഫാക്ടറൈസേഷൻ മെത്തേഡും ചെയ്യാൻ പറ്റും. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനെന്താക്കും 5x മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6നെ നമ്മൾ എന്താക്കും എ ബൈ എക്സ് മൈനസ് 2 ബി പ്ലസ് ബി ബൈ എക്സ് മൈനസ് 3 ചെയ്യും. ബി ബൈ എക്സ് മൈനസ് 3 5x മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6നെ എന്താക്കുന്നു എ ബൈ എക്സ് മൈനസ് 2 പ്ലസ് ബി ബൈ എക്സ് മൈനസ് 3 ചെയ്യും. ഇനി നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ 5x മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. അപ്പം ഇങ്ങനെയായി. ഇത് ഏത് ഫോമായി നമ്മളെ ഇതിൽ ഒന്നാമത്തെ ഫോമായി. ഓക്കെ, ഒന്നാമത്തെ ഫോമായി. അപ്പം ഇതിൻ്റെ റിസൾട്ടാണ് ഇത്. ഓക്കെ, ഓക്കെ അപ്പോൾ എക്സ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് 3. ഇനി ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 5x മൈനസ് 5 ഈക്വൽ ടു ഇവിടെ എന്താ അടിയിലുള്ള എക്സ് മൈനസ് 2 മുകളിൽ എക്സ് മൈനസ് 2 കട്ടായിട്ട് എ ഇൻറ്റു എക്സ് മൈനസ് 3 വരും. അടുത്ത ബി ഇൻറ്റു എക്സ് മൈനസ് 3 കട്ടായിട്ട് എക്സ് മൈനസ് 2 വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് എ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ എക്സ് മൈനസ് 3a പ്ലസ് ബി എക്സ് മൈനസ് 2b ഈക്വൽ ടു 5x പ്ലസ് മൈനസ് 5. ഇപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് മാറ്റി വെക്കുക എ പ്ലസ് ബി മൈനസ് 3a മൈനസ് 2b. ഓക്കെ, 5x മൈനസ് 5. ഇപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 5 ആണ്. അപ്പോൾ എ പ്ലസ് ബി 5 ആണ്. എ പ്ലസ് ബി 5 കിട്ടി. ഇത് കമ്പയർ ചെയ്യുക, എൽ എച്ച് എസ് ആർ എച്ച് എസ് കമ്പയർ ചെയ്യുമ്പോൾ എ പ്ലസ് ബി 5 കിട്ടും. മറ്റേത് എന്ത് കിട്ടുന്നു മൈനസ് 3a മൈനസ് 2b എന്ത് കിട്ടുന്നു മൈനസ് 5. ഇത് ഇക്വേഷൻ 1 ആക്കുക, ഇക്വേഷൻ 2 ആക്കുക. എന്നിട്ട് എയും ബി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. എയും ബി എങ്ങനെ കണ്ടുപിടിക്കാം, ഇവിടെ ഇക്വേഷൻ 1നെ ഞാൻ എന്താക്കും ഇക്വേഷൻ 1നെ ഞാൻ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 2a പ്ലസ് 2b ഈസ് ഈക്വൽ ടു 10 കിട്ടും. ഇതിനെ ഞാൻ മറ്റേ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ബി എലിമിനേറ്റ് ആയി പോകും കേട്ടോ. ഇക്വേഷൻ 2 ആണ്, ഇക്വേഷൻ 3 എന്ന് പറയുന്നതാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മൈനസ് ഇത് കട്ടായി പോകും. ഓക്കെ, കട്ടായി പോയിട്ട് ഈസ് ഈക്വൽ ടു 5 വരും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു മൈനസ് 5. എ മൈനസ് 5 കിട്ടി. അപ്പോൾ ബി എന്താ ബി എന്താക്കണം എന്റെ വാല്യൂ ബിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 മൈനസ് നമ്മൾ എന്ത് ചെയ്യണ്ടേ 5 മൈനസ് 5 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എ മൈനസ് 5 ബി 10 കിട്ടി. അപ്പോൾ നമ്മളെ ഇൻ്റഗ്രേഷൻ എന്തായി മൈനസ് 5 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 പ്ലസ് 10 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3. ഇത് ഇൻ്റഗ്രേഷൻ ചെയ്ത് നമ്മൾ നേരത്തെ ആൻസർ കിട്ടും. അതായത് മൈനസ് 5ൻ്റെ ലോഗ് മോഡ് എക്സ് മൈനസ് 2 ആണ് പ്ലസ് ലോഗ് മോഡ് എക്സ് മൈനസ് 3 പ്ലസ് ഓക്കെ അല്ലേ. അപ്പോൾ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ് ഇ റേസ് ടു ഇൻ്റഗ്രൽ. ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. ഇൻ്റഗ്രൽ ഈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഓക്കെ, ഇത് വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് ചോദിക്കും. ഉദാഹരണം എക്സാമ്പിൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം
ഇ റേസ് ടു എക്സ് ഇവിടെ ഇത് എഫ് ഓഫ് എക്സ് ആണ്, ഇത് എഫ് ഡാഷ് എക്സ് ആണ്. മനസ്സിലാവും. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് രണ്ടാമത്തെ, ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് ഇത് രണ്ടാമത്തെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്താൽ മതി. അപ്പൊ അതായത് ഇ റേസ് ടു എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു 1/x മൈനസ് 1/x² ഡി എക്സ്. 1/x മൈനസ് 1/x² ഡി എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇവിടെ എഫ് ഓഫ് എക്സ്, ഇത് എഫ് ഡാഷ് എക്സ്. പിന്നെ ഒരു ഇ റേസ് ടു എക്സ് ഇൻറ്റു 1/x പ്ലസ് സി. ഓക്കെ, ഇത്രയും ഇതാക്കിയിട്ട് നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. മാക്സിമം നിങ്ങൾ എന്തൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇൻ്റഗ്രേഷൻ്റെ. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, അതായത് ഇൻ്റഗ്രൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർത്ത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ്. ഓക്കെ, ഡി എക്സ്. ഇങ്ങനത്തെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താക്കണം, ഇത് നമ്മൾ പവേഴ്സ് മാറ്റണം. ക്യൂബ് റൂട്ട് എന്ന് വെച്ചാൽ എന്താ, എക്സ് റേസ് ടു 1/3. സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 1/2. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ 1/3 എക്സ് 1/4 പ്ലസ് എക്സ് 1/3 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് നമ്മൾ എന്താക്കണം, എക്സ് റേസ് ടു ഹാഫ്. എന്നിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രേഷൻ കിട്ടും. ഇതിന് നമുക്ക് എന്താക്കാം, എക്സ് റേസ് ടു എം റേസ് ടു എക്സ് റേസ് ടു എൻ എന്ന് വെച്ചാൽ എക്സ് റേസ് ടു എം എൻ ആണ്. അതറിയണം. അപ്പം അതറിഞ്ഞാൽ എക്സ് റേസ് ടു 2/3 പ്ലസ് എക്സ് റേസ് ടു 1/4 എക്സ് റേസ് ടു 1/3 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു ഹാഫ്. ഓക്കെ, ഈ ഹാഫ് എന്താവും, മുകളിലോട്ടേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്താക്കണോ, എക്സ് റേസ് ടു 2/3 പ്ലസ് എക്സ് റേസ് ടു 1/4 എക്സ് റേസ് ടു 1/3 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു ഹാഫ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് എക്സ് റേസ് ടു ഹാഫ് ഡിവൈഡ് ചെയ്യും. എക്സ് റേസ് ടു 2/3 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു ഹാഫ്, എക്സ് റേസ് ടു 1/4 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 1/2, എക്സ് റേസ് ടു 1/3 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 1/2. ഓക്കെ, ഇത് നമ്മൾ എന്താക്കണം, ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു എം ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എൻ നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചത്. എക്സ് റേസ് ടു എം മൈനസ് എൻ, ഈ റിസൾട്ട് നമ്മൾ പണ്ട് പഠിച്ചത്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. എക്സ് റേസ് ടു 2/3 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1/2 ചെയ്താൽ മതി ഡി എക്സ് പ്ലസ് എക്സ് റേസ് ടു 1/4 മൈനസ് ഹാഫ് വരും ഡി എക്സ് പ്ലസ് എക്സ് റേസ് ടു 1/3 മൈനസ് ഹാഫ്. ഇനി ഇതെന്താക്കണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ചെയ്യണം. 2/3 മൈനസ് 1/2 എന്ന് വെച്ചാൽ എന്ത് വരും, എക്സ് റേസ് ടു 2 × 2 മൈനസ് 1 × 3 ഡിവൈഡ് ബൈ 3 × 2. ഓക്കെ, ഇൻ്റഗ്രേഷൻ ചെയ്യണേ. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 2 മൈനസ് 4/2 × 4 ഡി എക്സ്. ഓക്കെ, പ്ലസ് എക്സ് റേസ് ടു 2 മൈനസ് 3/3 × 2 ഡി എക്സ്. ഓക്കെ, എക്സ് റേസ് ടു 4 മൈനസ്, നമ്മളിവിടെ എന്താക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ് റേസ് ടു 1 നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എക്സ് റേസ് ടു അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റേസ് ടു 1/6 ഡി എക്സ് പ്ലസ് എക്സ് റേസ് ടു മൈനസ് 2/8 ഡി എക്സ് പ്ലസ് എക്സ് റേസ് ടു മൈനസ് 1/6 ഡി എക്സ്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം, 1/4 ആവും. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു 1/6 ഡി എക്സ് പ്ലസ് എക്സ് റേസ് ടു മൈനസ് 1/4 ഡി എക്സ് പ്ലസ് എക്സ് റേസ് ടു മൈനസ് 1/6 ഡി എക്സ്. ഓക്കെ, എക്സ് റേസ് ടു 1/6 എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ, എക്സ് റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു 1/6 എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 1/6 + 1 ഡിവൈഡ് ബൈ 1/6 + 1. ഓക്കെ,
plus x raised to minus 1 by 4 plus 1 divided by minus 1 by 4 plus 1 plus x raised to 1 by 6 minus 1 by 6 plus 1 minus 1 by 6 plus ഇത് സോൾവ് ഔട്ട് ചെയ്ത് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടാൻ പറ്റും. നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ താഴെയുള്ള 1/6 പ്ലസ് 1 മുകളിലോട്ടേക്ക് പോയിട്ട് എന്താ 6/7 ആവും. 7/6 മുകളിലോട്ടേക്ക് പോയിട്ട് 6/7 എക്സ് റേസ് ടു 7/6 പ്ലസ് എത്ര വരും? 3/4 എന്തോ 4/3 എക്സ് റേസ് ടു മൈനസ് എക്സ് റേസ് ടു 3/8 പ്ലസ് അടുത്തത് 6/5 എക്സ് റേസ് ടു 5/6 പ്ലസ് സി. ഇങ്ങനെ കിട്ടും. ഓക്കെ, അടുത്തൊരു റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ എ എക്സ് പ്ലസ് ബി ഓൾ റേസ് ടു എൻ ഡി എക്സ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? എ എക്സ് പ്ലസ് ബി ഓൾ റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 എ പ്ലസ് സി. ഇതൊരു റിസൾട്ടാണ്. ഇങ്ങനത്തെ പ്രോബ്ലം കണ്ട് ഈ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അടുത്തത് ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എ എക്സ് പ്ലസ് ബി ഇതൊരു 1/a ലോഗ് മോഡ് എ എക്സ് പ്ലസ് ബി പ്ലസ് സി. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. അപ്പോൾ 1 പ്ലസ് സൈൻ എക്സ് എങ്ങനെ ചെയ്യണം? അപ്പോൾ നമ്മൾ ആദ്യം എന്താക്കണം? ഇത് കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിൽ എന്തായാലും മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 1 മൈനസ് സൈൻ എക്സ് അടിയിൽ എന്ത് വരും? 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ് വരും. ഓക്കെ, ഇൻ്റഗ്രേഷൻ ഇങ്ങനെ ആവും. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലം കിട്ടിയാൽ കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ പ്ലസ് എന്താക്കണം? മൈനസ് ആക്കിയിട്ട് മൾട്ടിപ്പിൾ ചെയ്യും. മുകളിൽ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ ഇതെന്താവും? 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇൻ്റഗ്രൽ ഡി എക്സ്. അപ്പോൾ ഈ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ എന്താ? കോസ് സ്ക്വയർ എക്സ്. 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ എന്താവും? ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തതാണ്. എന്താക്കണം? 1 ബൈ സെപ്പറേറ്റ് ചെയ്ത കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്താ? 6 സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് സിക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ടാൻ എക്സ് മൈനസ് സിക് എക്സ് പ്ലസ് സി. ഓക്കെ, അടുത്തത് നമുക്ക് ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താക്കണം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 രണ്ട് ഫോം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആ രൂപത്തിലേക്ക് ആക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു പ്ലസ് 1/4 ആഡ് ചെയ്യും, മൈനസ് 1/4 ആഡ് ചെയ്യും. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. അപ്പോൾ ഇതെന്തോ ഒരു എക്സ് സ്ക്വയർ എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 3/4 ഡിവൈഡ് ബൈ ഡി എക്സ് വരും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും? ഇതിന് നമുക്ക് ഇതെടുത്താൽ മതി. ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് √3/2 ഹോൾ സ്ക്വയർ. ഇത് എ, ഇത് എക്സ്, ഇത് എ. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താ? 1/a ടാൻ ഇൻവേഴ്സ് എ ബൈ ബൈ. ഓക്കെ, 1/a ടാൻ ഇൻവേഴ്സ് എ ബൈ എ. അപ്പോൾ ഇവിടെ എ എന്ന് വെച്ചാൽ എന്താ? √3/2. എ എന്ന് വെച്ചാൽ √3/2. അപ്പോൾ 1/a എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഓക്കെ, അതാണ് ആ റിസൾട്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അപ്പോൾ ഈ റിസൾട്ട് എന്താ? 1/√3/2 ടാൻ ഇൻവേഴ്സ്
ഇവിടെ എക്സ് എന്താ, എക്സ് എന്ന് വെച്ചാൽ ഈ ഫുൾ ടേം ആണ്. എക്സ് പ്ലസ് 1/2 ഡിവൈഡ് ബൈ എന്ന് വെച്ചാൽ √3/2 പ്ലസ് സി. ഇതെന്താ മുകളിലോട്ട് പോകുമ്പോൾ 2/√3 ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ √3/2 ഇങ്ങനെ വരും. ഈ 2 കട്ടായി പോകും. ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്ത് വരും? 2/√3 ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് 1 ഡിവൈഡ് ബൈ √3 അതാണ് ഫൈനൽ ആൻസർ പ്ലസ്. ഓക്കെ, ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ്. 1 പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ 1 എന്ന് കണ്ട ഇവിടെ 1 നമ്മൾ എന്താക്കും, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആക്കും. ഓക്കെ, അപ്പോൾ 1 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആക്കും പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? സൈൻ സ്ക്വയർ എക്സും 3 സൈൻ സ്ക്വയർ എക്സും കൂട്ടിക്കഴിഞ്ഞാൽ 4 സൈൻ സ്ക്വയർ എക്സ് ആവും. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് 4 സൈൻ സ്ക്വയർ എക്സ് ആവും ഡിവൈഡ് ബൈ ഡി എക്സ് വരും. ഇപ്പോൾ ഇൻ്റഗ്രൽ. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യണം. അതിന് മുമ്പ് ഞാൻ ഇതിനെന്താക്കും, കോസ് സ്ക്വയർ എക്സ് പുറത്തേക്ക് എടുക്കും. കോസ് സ്ക്വയർ എക്സ് പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് 4 ടാൻ സ്ക്വയർ എക്സ് ആവും. അതായത് കോസ് സ്ക്വയർ എക്സ് ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ടാൻ സ്ക്വയർ എക്സ് ആവും. ഓക്കെ, ഇപ്പോൾ ഡി എക്സ്. അപ്പോൾ മുകളിലേക്ക് കോസ് സ്ക്വയർ എക്സ് മുകളിലോട്ടേക്ക് പോകും. അപ്പോൾ എന്ത് വരും? 6 സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് 4 ടാൻ സ്ക്വയർ എക്സ്. അതാണ് നമ്മളെ ഇതുള്ളത്. 1 പ്ലസ് 4 ടാൻ സ്ക്വയർ എക്സ്. 1 പ്ലസ് 4 ടാൻ സ്ക്വയർ എക്സിൽ 4നെ ഞാൻ എന്താക്കും, പിന്നെയും പുറത്തേക്ക് എടുക്കും. ഓക്കെ, എന്ന് വെച്ചാൽ 6 സ്ക്വയർ എക്സ് ഡി എക്സ്. 4നെ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? 4നെ പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് 4 ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് ഫസ്റ്റ് എന്താക്കും, ഇതിന് ടാൻ 1 പ്ലസ് ഇപ്പം ഞാൻ എന്താക്കും, കൊടുക്കും. ഇപ്പോൾ 4 1/4 ടാൻ സ്ക്വയർ ഡിവൈഡ് ബൈ 6 സ്ക്വയർ എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ. അപ്പോൾ ഇതിനെ ഞാൻ എന്താക്കും, 6 സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ 1/4 1/4 എന്താക്കും ഞാൻ 1/2 സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഇതിനെ ഞാൻ എന്താക്കും, ഇത് നമുക്കറിയാം ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്ത് വരും? ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആ റിസൾട്ടാണ്. കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ട്, താഴത്തുള്ള ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ എന്താക്കാം, നേരെ അങ്ങനെ തന്നെ ചെയ്താൽ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ടാനിന് എന്താക്കുക, ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്ത് 6 സ്ക്വയർ എക്സ് വരും. എന്നിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ആ ഡയറക്റ്റ് എന്താക്കുന്നു, 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എഴുതാൻ പോകുന്നു കേട്ടോ. 1/a എന്ന് വെച്ചാൽ എ എന്ന് വെച്ചാൽ ഇവിടെ 1/2 ആണ്. a 1/2 ആണ്. അപ്പോൾ എന്ത് വരും? 1/a 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വെച്ചാൽ ഇവിടെ ടാൻ ആണ്. അപ്പോൾ ടാൻ ഡിവൈഡ് ബൈ 1/2. ഓക്കെ, ഇത് ഞാൻ എന്താക്കും, ഈ 2 കട്ടാവും. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/2 ടാൻ ഇൻവേഴ്സ് ടാൻ താഴെയുള്ള 2 മുകളിലേക്ക് പോകും, 2 ടാൻ എക്സ് വരും. ഓക്കെ, ഫൈനൽ ആൻസർ എന്താ? 1/2 ടാൻ ഇൻവേഴ്സ് 2 ടാൻ എക്സ് വരും. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അതായത് എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 ആണെങ്കിൽ എന്ത് വരും? ഇങ്ങനെ വരും. സി ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഈ റിസൾട്ട് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. അടുത്തത് ഇൻ്റഗ്രൽ സൈൻ എം എക്സ് കോസ് എക്സ് ഡി എക്സ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താക്കും,
സൈൻ ഓഫ് n+1 ഡിവൈഡ് ബൈ n+1. ഓക്കെ, അടുത്തത് ഇൻ്റഗ്രൽ എ റൈസ് ടു എഫ് ഓഫ് എക്സ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ആണെങ്കിൽ എ റൈസ് ടു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ലോഗ് എ പ്ലസ് സി. സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. അപ്പോൾ എന്തൊരു കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് സി. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് പ്ലസ് ബി ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് സി. അടുത്ത ഇൻ്റഗ്രൽ എ റൈസ് ടു എം എക്സ് പ്ലസ് സി ഡി എക്സ് ഈക്വൽ ടു എ റൈസ് ടു എം എക്സ് പ്ലസ് സി ഡിവൈഡ് ബൈ എം ലോഗ് എ പ്ലസ് കെ. ഓക്കെ, ഇത്രയും റിസൾട്ട് റിമെമ്പർ ചെയ്യണം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1/x log x dx. അപ്പോൾ 1/x log x, അപ്പോൾ ഇതിനെ ഞാൻ ഈ എക്സിനെ മുകളിലോട്ടേക്ക് ആക്കും. അപ്പോൾ 1/x ഡിവൈഡ് ബൈ log x. അപ്പോൾ എന്ത് വരും? ഇത് 2 ഇതായി. ഓക്കെ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം? താഴെ എഫ് ഓഫ് എക്സ് ഉണ്ട്, മുകളിൽ എഫ് ഡാഷ് എക്സ് ഉണ്ട്. അപ്പോൾ എന്ത് വരും? ജസ്റ്റ് ലോഗ് ഓഫ് ലോഗ് എക്സ് കേട്ടോ. അതായത് ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് മുകളിലുണ്ട്, താഴെ എഫ് ഓഫ് എക്സ് ഉണ്ടെങ്കിൽ ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ് നമ്മൾ നേരത്തെ പഠിച്ച്. ഓക്കെ, ആ റിസൾട്ട് നേരെ ഇവിടെ അപ്ലൈ ചെയ്ത്, ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇൻ്റഗ്രൽ എ റൈസ് ടു റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താക്കണം? റൂട്ട് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ 1/2 റൂട്ട് എക്സ് ആണ്. ഈ 2 കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എന്തൊരു 2 ഇൻ്റഗ്രൽ എ ടി ഡി ടി വരും. ഓക്കെ, നേരെ പുട്ട് എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അവിടെ. ഇപ്പോൾ 2 എ റൈസ് ടു ടി ഇൻറ്റു ഡി ടി വരും. അപ്പോൾ ഇതെന്ത് വരും? എ റൈസ് ടു ടി ഡി ടി എന്ന് വെച്ചാൽ എ റൈസ് ടു ടി ഡിവൈഡ് ബൈ ലോഗ്. നമ്മൾ ഈ റിസൾട്ട് നേരത്തെ പഠിച്ചത്. അപ്പോൾ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇനി നേരത്തെ നമുക്ക് എന്താക്കുക? ടീൻ്റെ വാല്യൂ നേരെ എന്താക്കുക? റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എ റൈസ് ടു റൂട്ട് എക്സ് ഡിവൈഡ് ബൈ ലോഗ് ഓഫ് എ 2. ഓക്കെ, പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് റൂട്ട് എക്സ്. എക്സ് പ്ലസ് റൂട്ട് എക്സ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? റൂട്ട് എക്സിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. റൂട്ട് എക്സിനെ പുറത്തേക്ക് എടുത്താൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ് എക്സ്. 2 വട്ടം റൂട്ട് എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് വരും. അതായത് √3 ഇൻറ്റു √3 ആണ് 3. അതേപോലെ തന്നെ എന്ത് വരും? ഇവിടെ നമ്മൾ റൂട്ട് എക്സിനെ പുറത്തേക്ക് എടുത്താൽ റൂട്ട് എക്സ് പ്ലസ് 1 ഡിവൈഡ് മുകളിൽ എന്ത് വരും? ഡി എക്സ് വരും. ഇതിനെ നമ്മൾ എന്താക്കണം? ഒന്നിൻ്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താക്കണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് എക്സിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ടി ബൈ ഡി എക്സ് എന്ത് വരും? 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താക്കും? ഡി ടി ബൈ ടി പ്ലസ് 1 നമ്മളെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു 2 എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്യുക, കാരണം ഈ 2 ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ 2 ഇല്ലാത്തതുകൊണ്ട് ഒരു എക്സ്ട്രാ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതെന്താ? ഇതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ ലോഗ് ടി പ്ലസ് 1 ആണ്. ഇവിടെ 2. അപ്പോൾ ടി നേരെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് എക്സ് ലോഗ് ഓഫ് 1 പ്ലസ് റൂട്ട് എക്സ്. ഓക്കെ, 2 പ്ലസ് സി. ഇൻ്റഗ്രൽ കോട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം? സൈൻ എക്സിന് എന്താക്കണം? സൈൻ എക്സ് ഒരു കോട്ടെക്സ് എന്ന് വെച്ചാൽ എന്താ? കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ റൂട്ട് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കണം? സൈൻ എക്സ് എന്ന് വെച്ചാൽ ഹാഫാണ്. അപ്പോൾ 1 പ്ലസ് ഹാഫ് എന്ന് വെച്ചാൽ √3/2 സൈൻ എക്സ് ഓഫ് 3/2 കോസ് എക്സ് ഡി എക്സ് വരും. ഓക്കെ, ഇത് നമ്മൾ എന്താക്കണം? സൈൻ എക്സിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്ത് വരും? കോസ് എക്സ് അവിടെ ഉണ്ട്, ഡെറിവേറ്റീവ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കിയാൽ മതി?
നേരെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി ടി ആവും. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 മുകളിലോട്ടേക്ക് പോകും ഡി ടി. അപ്പോൾ T⁻³ dt വരും. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കിയാൽ മതി, നമ്മൾ സാധാരണ x⁻n ഇൻ്റഗ്രലിന് എന്താ x⁻n+1 / n+1 ഇവിടെ അതേപോലെ ചെയ്യാം. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -2T⁻². ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ടീൻ്റെ വാല്യൂ എത്ര, ടീൻ്റെ വാല്യൂ സൈനാണ്. അപ്പം എന്തൊരു സൈൻ തിരിച്ചിടും, ഹാഫ് വരും, -12. ഇതാണ് അതിൻ്റെ ഫൈനൽസ്. അതായത് ഇവിടെ ഒരു (2/√sin x) വരും, +c വരും. ഓക്കെ, നമ്മളിന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താക്കുന്നു, ഇതിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളെന്തൊക്കെ മാക്സിമം മറ്റേ NDA ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.